നമസ്കാരം. ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ എഴുതുന്ന എല്ലാ പരീക്ഷാർത്ഥികളെയും സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഡെഫിനിഷൻസ് അഥവാ നിർവചനങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. KSR പാർട്ട് 1 റൂൾ 12 നിർവചനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറെക്കുറെ എല്ലാ നിർവചനങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. പ്രധാനപ്പെട്ട നിർവചനങ്ങൾ മാത്രം മനസ്സിലാക്കി പോകാം. അപ്രന്റീസ് റൂള് 12.2 അപ്രന്റീസിനെ പറ്റി പ്രതിപാദിക്കുന്നത്. അപ്രന്റീസിനെ പറ്റി 3 പോയിന്റുകൾ മനസ്സിലാക്കിയാൽ മതി. അപ്രന്റീസ് ഈസ് നോട്ട് എ ഗവൺമെന്റ് സെർവന്റ്. ഹി ഈസ് നോട്ട് എംപ്ലോയിഡ് അഗൻസ്റ്റ് എ സബ്സ്റ്റാൻറ്റീവ് വേക്കൻസി. അപ്രന്റീസ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല. He is deputed for training with a view to employment in government service. ഗവൺമെന്റ് സർവീസിൽ ജോലി ലഭിക്കുന്നതിന് പരിശീലനത്തിന് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അപ്രന്റീസ്. പരിശീലന കാലത്ത് മന്ത്ലി റേറ്റിൽ വേതനവും ലഭിക്കും. He can drop pay at monthly rate during the training period. കേഡർ റൂള് 12.4 കേഡറിനെ പറ്റി പരാമർശിക്കുന്നത്. കേഡർ എന്ന് പറയുമ്പോൾ വിഭാഗം എന്നാണ് അർത്ഥം. സർവീസിൻ്റെ വിഭാഗം. By definition, cadre is the strength of a service or part of a service. സർവീസിൻ്റെ സ്ട്രെങ്ത് ആണ്, സർവീസിൻ്റെ ഭാഗമാണ് കേഡർ. ഇറ്റ് ഈസ് സാങ്ഷൻഡ് ആസ് സെപ്പറേറ്റ് യൂണിറ്റ്. സെപ്പറേറ്റ് യൂണിറ്റായിട്ടാണ് കേഡർ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. കോമ്പൻസേറ്ററി അലവൻസ് റൂള് 12.5 കോമ്പൻസേറ്ററി അലവൻസിനെ പറ്റി പ്രതിപാദിക്കുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ഉണ്ടാകുന്ന പേഴ്സണൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് അനുവദിക്കുന്ന അലവൻസാണ് കോമ്പൻസേറ്ററി അലവൻസ്. ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ടു മീറ്റ് ദ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ ഓഫീസർ if it is necessitated by the special circumstances. ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യമായിട്ട് വന്നാൽ ഉദ്യോഗസ്ഥന് ഉണ്ടാകുന്ന പേഴ്സണൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന അലവൻസാണ് കോമ്പൻസേറ്ററി അലവൻസ്. ട്രാവലിംഗ് അലവൻസ് കോമ്പൻസേറ്ററി അലവൻസിൽ ഉൾപ്പെടുന്നതാണ്. ക്ലിയറായി കാണുമല്ലോ. ഡേ റൂള് 12.6 ഡേയെ പറ്റി പരാമർശിക്കുന്നത്. ഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എ കലണ്ടർ ഡേ ഈസ് 24 hours ബിഗിനിങ് ആൻഡ് എൻഡിങ് അറ്റ് മിഡ് നൈറ്റ്. എന്നാൽ സർവീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഡേ കണക്കാക്കേണ്ടത് ആയി വരുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഡേ കണക്കാക്കുന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ആബ്സെൻസ് 24 hours കൂടുന്നില്ലെങ്കിൽ അത് ഒരു ദിവസമായിട്ടും, അതിൽ കൂടുതലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസങ്ങളുമായിട്ടും ആയി കണക്കാക്കേണ്ടി വരുന്നു. ആൻ ആബ്സെൻസ് ഫ്രം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഡസ് നോട്ട് എക്സീഡ് 24 hours ഈസ് റെക്കൺഡ് ആസ് 1 day. അതിൽ കൂടിയാൽ 2 അതിൽ കൂടുതലോ ദിവസങ്ങളായി കണക്കാക്കേണ്ടി വരും. അതൊരു എക്സാമ്പിൾ കൊണ്ട് നമുക്ക് വിശദീകരിക്കാം. സപ്പോസ് ആൻ ഓഫീസർ
is absent from headquarters at 11 a.m. to next day 9 a.m. ഓഫീസർ രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം 9 AM വരെ ആബ്സെൻ്റ് ആണ്, ഓഫീസിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ആബ്സെൻസ് എന്ന് പറയുന്നത് രാവിലെ 11 മണി മുതൽ രാത്രി 12 മണി വരെ 13 മണിക്കൂർ. 12 മണി കഴിഞ്ഞാൽ ഒരു ദിവസം, അടുത്ത ദിവസമായി 1 മണി മുതൽ 9 മണി വരെ 9 മണിക്കൂർ. അപ്പോൾ 13 9 22 മണിക്കൂർ. ടോട്ടൽ ആബ്സെൻസ് 22 മണിക്കൂർ, അതായത് ഒരു ദിവസം. 24 മണിക്കൂറിൽ താഴെയാണെങ്കിൽ ഒരു ദിവസമായിട്ട് കണക്കാക്കണം. അതിൽ കൂടുതലാണെങ്കിലോ, സപ്പോസ് 25 മണിക്കൂറാണ് ആബ്സെൻ്റ് എന്ന് വിചാരിക്കുക, അപ്പോൾ അത് 2 ദിവസമായി കണക്കാക്കേണ്ടി വരും. ഉദ്യോഗസ്ഥന് 2 ദിവസത്തെ പരിഗണന ലഭിക്കുന്നതുമായിരുന്നു. റൂള് 12.7 ഡ്യൂട്ടി. ഡ്യൂട്ടി മീൻസ് പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് ദി പോസ്റ്റ്. ഒരു പോസ്റ്റിൻ്റെ ചുമതലകൾ നിർവഹിക്കലാണ് ഡ്യൂട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡ്യൂട്ടി കാലയളവിൽ ഉൾപ്പെടുന്ന മറ്റ് പീരീഡുകൾ ഏതൊക്കെയെന്ന് നോക്കാം. സർവീസ് ആസ് എ പ്രൊബേഷണർ ഓർ അപ്രന്റീസ്, provided that such service is followed by confirmation. പ്രൊബേഷണർ സർവീസും അപ്രന്റീസ് സർവീസും ഡ്യൂട്ടിയായി പരിഗണിക്കാം. ആ സർവീസിനെ തുടർന്ന് കൺഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ, സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ. ജോയിനിങ് ടൈം ഡ്യൂട്ടിയായി പരിഗണിക്കും. A course of instruction or training specially ordered to be treated as duty. ഇൻസ്ട്രക്ഷൻ പീരീഡും ട്രെയിനിങ് പീരീഡും ഡ്യൂട്ടിയായി പരിഗണിക്കും എന്ന് പ്രത്യേക നിർദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ ആ കാലയളവ് ഡ്യൂട്ടിയായി പരിഗണിക്കുന്നതാണ്. The journey time to attend the obligatory departmental test and return from the place may be treated as duty. ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിനും തിരിച്ചു വരുന്നതിനുമുള്ള ജേർണി ടൈം ഡ്യൂട്ടിയായി പരിഗണിക്കുന്നതാണ്. ഫീ. റൂള് 12.8 ഫീയെ പറ്റി പ്രതിപാദിക്കുന്നത്. An amount paid to an officer for his service from any source other than the general revenue. ഒരു ഓഫീസറുടെ സേവനത്തിന് ജനറൽ റവന്യൂ ഒഴികെ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് ഫീ. ജനറൽ റവന്യൂ ഒഴികെ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതാണ് ഫീ. കോളേജ് പ്രൊഫസർ എക്സാമിനറായി സേവനം നടത്തിയതിന് കേരള യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഫീ ആണ്. An amount paid by Kerala University to a college professor for his service as an examiner. ഫീയോടൊപ്പം നമുക്ക് ഓണററിയും കൂടി മനസ്സിലാക്കണം. റൂള് 12.15 ഓണറേറിയത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. An amount paid to an officer for his service from the general revenue. ഒരു ഓഫീസറുടെ സേവനത്തിന്
ജനറൽ റവന്യൂവിൽ നിന്നാണ് റെമ്യൂണറേഷൻ കൊടുക്കുന്നതെങ്കിൽ അത് ഓണറേറിയമാണ്. ഓഫീസറുടെ സേവനത്തിന് ജനറൽ റവന്യൂവിൽ നിന്ന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അതാണ് ഓണറേറിയം. അക്കൗണ്ടന്റ് ആൻസർ പേപ്പർ വാല്യൂ ചെയ്തതിന് ഒരു ഓഫീസർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഓണറേറിയമാണ്. An amount paid to an officer for valuing the accountant's answer paper. ഫീയും ഓണറേറിയവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡെഫിനിഷൻ, ഫോറിൻ സർവീസ്. ഒരു ഉദ്യോഗസ്ഥന് ഗവൺമെന്റ് സാങ്ഷനോടുകൂടി കൺസോളിഡേറ്റഡ് ഫണ്ട് ഒഴികെ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് പേ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന സേവനമാണ് ഫോറിൻ സർവീസ്. ഒരു ഉദ്യോഗസ്ഥന് ഗവൺമെന്റ് സാങ്ഷനോടുകൂടി കൺസോളിഡേറ്റഡ് ഫണ്ട് ഒഴികെ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് പേ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന സേവനം അതാണ് ഫോറിൻ സർവീസ്. The service in which an officer receives his pay from any source other than the consolidated fund. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.